السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയമുള്ള فوجد عبدا من عبادنا آتيناه رحمة من عندنا وعلمناه من لدنا علما. അപ്പോൾ ഈ ആയത്തില് നമ്മൾ ഇത്തിയാന്, അതുപോലെ തന്നെ റഹ്മത്ത്, പിന്നെ അതുപോലെ തന്നെ ഐന്ദീയത്ത്, ഇതിനെ കുറിച്ചെല്ലാം നമ്മൾ വിശാലമായിട്ട് ചർച്ച ചെയ്തു. അപ്പോ അള്ളാഹു രണ്ട് തരത്തിലാണ് മനുഷ്യർക്ക് അറിവുകൾ പകരുന്നത്. ഒന്ന് മലായിക്കത്തിന്റെ സാന്നിധ്യത്തിലൂടെ മലക്കുകൾ മുഖേന നൽകുന്ന അറിവാണ്. നമ്മൾക്കെല്ലാം അറിയുന്നത് പോലെ പ്രവാചകന്മാർക്ക് അള്ളാഹു വഹയ്യ് നൽകുമ്പോൾ ആ വഹയ്യിനെ ഒരു മലക്ക് മുഖേന അള്ളാഹു പ്രവാചകന്മാർക്ക് സമ്മാനിക്കുന്നു. ഈ ആയത്തില് വആതൈനാഹു മില്ലദുന്ന ഇൽമ എന്ന് പറയുന്നിടത്ത് മലക്കിന്റെ സാന്നിധ്യമില്ലാതെ നേരിട്ട് അള്ളാഹു തെരഞ്ഞെടുക്കുന്ന ചില ആളുകൾക്ക് അള്ളാഹു അറിവുകൾ പകർന്നു നൽകുന്നു. അതിനാണ് ലദുന്നിയായ ഇൽമ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അതാണ് ഈ ആയത്തിന്റെ ഈ 65-ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗത്ത് വഅല്ലംനാഹു മില്ലദുന്ന, നാം നേരിട്ട് അദ്ദേഹത്തിന് ചില അറിവുകൾ പകർന്നു നൽകി. പ്രവാചകന്മാരുടെ ജീവിതത്തിലും ചില നിമിഷങ്ങളിൽ മലായിക്കത്തിന്റെ സാന്നിധ്യമില്ലാതെ, മലായിക്കത്തി എന്ന് പറയുന്നത് കൊണ്ട് നമുക്കറിയാം ജിബ്രീൽ മുഖേനയാണ് പ്രവാചകന്മാർക്ക് അള്ളാഹു വഹ്യ് നൽകിയിരുന്നത്. അപ്പോ ആ ജിബ്രീലിന്റെ സാന്നിധ്യമില്ലാതെ തന്നെ നേരിട്ട് അള്ളാഹു പ്രവാചകന്മാർക്കും ചില സമയങ്ങളിൽ അറിവ് നൽകിയിട്ടുണ്ട്. അതിൽ മൂസാ നബിക്ക് ഈ പറഞ്ഞതിൽ നിന്നും മറ്റൊരു ഇടപെടലിലൂടെ അള്ളാഹു നേരിട്ട് മൂസാ നബിയോട് സംവദിച്ചതായിട്ട് നമുക്ക് വിശുദ്ധ ഖുർആന് വായിച്ചു പോകുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വകല്ലമല്ലാഹു മൂസാ തക്ലീമ എന്ന് പറയുന്നതിലൂടെ പ്രവാചകന്മാരിൽ നിന്നും മൂസാ നബിയെ വ്യതിരക്തനാക്കി നിർത്തുന്നത് നമുക്ക് ഈ ആയത്തിൽ കാണാൻ കഴിയും. അപ്പോൾ അത്തരം ഒരു പ്രത്യേകതയുള്ള, നേരിട്ട് നാം മൂസയോട് സംവദിച്ചു, മൂസയോട് സംസാരിച്ചു, അപ്പൊ നേരിട്ട് കാര്യങ്ങളെല്ലാം തന്നെ സംസാരിക്കുന്ന, ചോദ്യങ്ങൾ ചോദിക്കുന്ന, ആ ചോദ്യങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് നീണ്ട ഉത്തരം പറയുന്ന, അള്ളാഹുവിന്റെ സാന്നിധ്യത്തിൽ നിറഞ്ഞ മനസ്സോടുകൂടി കുറെ സമയം നിൽക്കാൻ ആഗ്രഹിക്കുന്ന, അതോടൊപ്പം തന്നെ തിരിച്ചും ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു മഹാപ്രവാചകനെ നമ്മൾ വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രത്യേകതയുള്ള ഒരു പ്രവാചകനെ തന്നെ ആ ഒരു അറിവിനപ്പുറം അള്ളാഹു നേരിട്ട് ചില അറിവുകൾ നൽകിയ ഒരു വ്യക്തിയുടെ സന്നിധിയിലേക്ക് അള്ളാഹു ഈ ശ്രേഷ്ഠ പ്രവാചകനെ കൊണ്ടുപോവുകയാണ്. അല്ലെങ്കിൽ അത്തരം ഒരു വ്യക്തിയുടെ സന്നിധിയിൽ പോയി ഇരിക്കാൻ ഈ പ്രവാചകനോട് അള്ളാഹു ആവശ്യപ്പെടുകയാണ്. അപ്പൊ നമ്മൾ മൂസാ നബിയിലൂടെ പഠിച്ചതിനപ്പുറം പ്രവാചകന്മാരിൽ മൂസാ നബി പ്രപഞ്ച സ്രഷ്ടാവിനോട് സംവദിച്ചു, നേരിട്ട് സംവദിച്ചു എന്ന് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ അതിനപ്പുറമുള്ള ചില ഇടപെടൽ അള്ളാഹു ചില സൃഷ്ടികളിൽ നടത്തുന്നുണ്ട് എന്നുകൂടി അള്ളാഹു ഇതിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഖിളിർ എന്ന് പറയുന്ന പ്രവാചകനോ അല്ലെങ്കിൽ അള്ളാഹു തെരഞ്ഞെടുത്ത ഒരു മഹാശ്രേഷ്ഠ വ്യക്തിത്വമോ ആരോ ആവട്ടെ, അദ്ദേഹത്തിന്റെ സന്നിധിയിലേക്ക് മൂസാ നബിയെ നയിക്കുമ്പോൾ ഇവിടെ ഇൽമിന്റെ മറ്റൊരു തലത്തെ, വിജ്ഞാനത്തിന്റെ മറ്റൊരു തലത്തെ അള്ളാഹു അവൻ തിരഞ്ഞെടുക്കുന്ന ചില വ്യക്തികളിൽ അള്ളാഹു ഏതെല്ലാം തരത്തിൽ അവന്റെ ജ്ഞാനബോധനത്തെ സമ്മാനിക്കുന്നുണ്ട് എന്ന മറ്റൊരു പാഠം കൂടി അള്ളാഹു ഇതിലൂടെ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. കുറെ ചിന്തിക്കാനുള്ള കുറെ വിഷയങ്ങളുണ്ട്. നമുക്കറിയാം മൂസാ നബി മദിയനിൽ നിന്നും തിരിച്ചു വരുന്ന സമയം ഭാര്യയോട് പറയുന്ന രംഗങ്ങളുണ്ട്, അല്ലേ?
അങ്ങനെ മൂസാ നബി തൂരി സീന പർവ്വതത്തിലേക്ക് കയറി ചെല്ലുന്നു. അള്ളാഹു മൂസാ നബിയോട് നേരിട്ട് ചോദിക്കുകയാണ്, നിന്റെ കയ്യിൽ എന്താണ് ഉള്ളത് എന്ന് ചോദിക്കുന്നു. അതെന്റെ വടിയാണെന്ന് പറയുന്നു. അങ്ങനെ ആ വടിയുടെ പ്രത്യേകതകൾ, അതുകൊണ്ട് എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞു കൊടുക്കണു. അങ്ങനെ അവിടുന്ന് തുടങ്ങുകയാണ് മൂസാ നബിയും അള്ളാഹും തമ്മിലുള്ള, പ്രപഞ്ച സൃഷ്ടാവും തമ്മിലുള്ള നേരിട്ടുള്ള സംസാരങ്ങൾ അവിടെ തുടങ്ങുകയാണ്. അതിലൂടെ എല്ലാം തന്നെ മറ്റു പ്രവാചകന്മാരിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു പ്രവാചകനെ അള്ളാഹു ഇങ്ങനെ കാണിച്ചു തരാണ് നമുക്ക്. പെടുന്നനെ ഫറോവയുമായി ഒരു ബന്ധവുമില്ലാത്ത, ഫറോവയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയുമില്ലാത്ത ഒരു സൂറത്തിൽ ഫറോവയുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു സൂറത്തിൽ മൂസാ നബിയെ എവിടെയെല്ലാം ചർച്ചയ്ക്ക് വിധേയമാക്കുന്നുണ്ടോ അവിടെയെല്ലാം തന്നെ ഫറോവ കടന്നു വരുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഫറോവ കടന്നു വരാത്ത ഒരു സൂറത്താണ് സൂറത്ത് കഹ്ഫ്. ഇവിടെ ആ ഒരു പ്രവാചകനെ മറ്റു ചില പ്രത്യേകതയുള്ള, ഇതിനപ്പുറം ചില പ്രത്യേകതകളുള്ള, ഹുക്കുമിനപ്പുറം, അഹ്കാമുകൾക്കപ്പുറം അള്ളാഹുവിന്റെ ഇടപെടലിനെ കുറിച്ച് റുഷ്തുള്ള ഒരു വ്യക്തിയുടെ, സന്മാർഗ ദർശനമുള്ള, മറ്റൊരു രൂപത്തിലുള്ള അറിവും ജ്ഞാനവും പേറുന്ന ഒരു വ്യക്തിയെ പെടുന്ന മൂസാ നബിയുമായി ചേർത്ത് പറയുകയാണ്. അപ്പൊ വിജ്ഞാനത്തിന്റെ വല്ലാത്തൊരു ലോകത്തെയാണ് അള്ളാഹു ഇവിടെ പരിചയപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള നേരിട്ടുള്ള ഇടപെടലുകൾ നടന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് സ്വലാത്ത് ജിബ്രീൽ മുഖേനയുള്ള ഒരു ഇടപെടലായിരുന്നില്ല. സ്വലാത്ത് നമ്മൾ ഇന്ന് നിർവഹിക്കുന്ന 5 നേരത്തിലുള്ള പ്രാർത്ഥന, അല്ലെങ്കിൽ അള്ളാഹുവിനെ, ഈ പ്രപഞ്ചനാഥനെ ഓർക്കുകയും നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ആ സൃഷ്ടാവിന്റെ മുമ്പിൽ നമിക്കുകയും ചെയ്യുന്ന, സുജൂദ് ചെയ്യുന്ന ആ ഒരു കർമ്മം, അത് ജിബ്രീൽ മുഖേനയുള്ള ഇടപെടലായിരുന്നില്ല. അതിനപ്പുറം പ്രവാചകനും പ്രപഞ്ചനാഥനും തമ്മിലുള്ള നേരിട്ടുള്ള കൈമാറ്റമായിരുന്നു, നേരിട്ടുള്ള ഒരു സമ്മാന കൈമാറ്റമായിരുന്നു സ്വലാത്ത് എന്നുള്ളത് നമ്മൾ പ്രവാചകനെ കുറിച്ച് പഠിക്കുമ്പോൾ, പ്രവാചകന്റെ ആ ഒരു സ്വലാത്തുമായി ബന്ധപ്പെട്ട പ്രവാചക സംസാരങ്ങളിൽ നിന്ന്, പ്രവാചകന്റെ പാഠങ്ങളിൽ നിന്ന് നമുക്കത് ബോധ്യപ്പെടുന്നുണ്ട്. ഇപ്പോ ഇസ്രായിനെ കുറിച്ചും മിഅ്റാജിനെ കുറിച്ചുള്ള ചർച്ച വരികയാണ്. നമ്മൾ ഇസ്രായിനെ കുറിച്ച് പറയുമ്പോൾ, മിഅ്റാജിനെ കുറിച്ചെല്ലാം പറയുമ്പോൾ സ്വലാത്തിനെ കുറിച്ചുള്ള ചർച്ച നമ്മൾ അവിടെ കൊണ്ടുവരാറുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് സമ്മാനിക്കപ്പെടുന്നത് എന്നും, ഏത് സമയത്താണെന്നും, പ്രവാചകൻ ഏത് അതിരുവരെ പ്രവാചകൻ പോയിട്ടുണ്ടെന്നും എല്ലാം നമുക്ക് അറിയുന്ന കാര്യമാണ്. നമ്മൾ നിരന്തരം പറയുന്ന കാര്യങ്ങളാണ് അതെല്ലാം തന്നെ. അപ്പൊ അവിടെ ജിബ്രീലിന്റെ ഇടപെടൽ കൂടാതെ പ്രപഞ്ച സൃഷ്ടാവും ഒരു മഹാപ്രവാചകനും തമ്മിലുള്ള ഒരു സംഭാഷണം മുഖേന നൽകപ്പെട്ട ഒരു മഹാകർമ്മമാണ് സ്വലാത്ത് എന്നുള്ളത്. പ്രവാചകന്റെ സമ്മാനമായി നൽകപ്പെടുന്ന ഒന്നാണ്. മനുഷ്യൻ ശാന്തി അടയുന്ന, അവന്റെ കണ്ണും കരളും കുളിർക്കൊള്ളുന്ന, അവന്റെ നാഥനിലേക്കുള്ള ഒരു മിഅ്റാജായിട്ട് അവനെ ബോധ്യപ്പെടുന്ന ഒരു മഹാകർമ്മമാണ് സ്വലാത്ത് എന്നുള്ളത്. അപ്പോ ജിബ്രീലിന്റെ ഇടപെടലില്ലാതെ നേരിട്ട് നൽകിയ ഈ സമ്മാനത്തിന് വലിയ പ്രത്യേകത ഉണ്ട്. അത് ബോധ്യപ്പെടാത്തൊരു സമൂഹമാണ് നമ്മൾ. അതിനെ, ആ ഒരു കർമ്മത്തെ നിസ്കാരമെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരുകൊണ്ട് അതിനെ നമ്മൾ വിശേഷിപ്പിക്കുകയും അതിൻ്റെ മഹത്വത്തെ, അതിൻ്റെ പരിശുദ്ധിയെ, അതിൻ്റെ ഒരു സൃഷ്ടിയും സ്രഷ്ടാവും തമ്മിലുള്ള അഗാധമായ ഗാഢമായ ബന്ധത്തെ, അവന്റെ മനസ്സിനെയും അവന്റെ കണ്ണിനെയും കരളിനെയും കുളിർക്കൊള്ളിപ്പിക്കുന്ന ഒരു മഹത്തായ ഒരു 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 കർമ്മത്തെ പലപ്പോഴും ഒരു ജടിലമായ
ആത്മാവില്ലാത്ത ശരീരം കൊണ്ട് നിർവഹിക്കപ്പെടുന്ന ആളുകളായിട്ട് നമ്മൾ മാറിയപ്പോഴുണ്ടായ ദുരന്തങ്ങളുണ്ട്. അത് ആ സ്വലാത്തിലൂടെ ഒരു അടിമ, ഒരു മനുഷ്യൻ, അള്ളാഹുവിന്റെ ഒരു ദാസൻ അവന്റെ സൃഷ്ടാവുമായിട്ട് നേരിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവന്റെ ഞാൻ ഈ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നത് പോലെ നമ്മുടെ ഹൃദയം കുളിർക്കൊള്ളുന്നുണ്ട് ആ സമയത്ത്. പക്ഷേ എന്തുകൊണ്ടോ അത് വെറും ഒരു അവയവ ചലനങ്ങളിലൂടെ മാത്രം നിർവഹിക്കപ്പെടുന്ന ഒന്നായി മാറിയപ്പോഴ് അത് നിർവഹിക്കുന്നതിലൂടെ ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഒരു കൂട്ടത്തിൽ, ആ കൂട്ടത്തിലൂടെ പൊതു ഇടങ്ങളിൽ ഉണ്ടായിത്തീരേണ്ട മഹത്വങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതിന്റെ മഹത്വം എങ്ങനെയാണ് ബോധ്യപ്പെടുന്നതെന്ന് വെച്ചാൽ, അത് ജിബിരീലിന്റെ ഒരു ഇടയാളനായി ജിബിരീലില്ലാതെ, ജിബിരീൽ മുഖേനയല്ലാതെ നേരിട്ട് പ്രപഞ്ചനാഥൻ പ്രവാചകന്മാരിൽ അന്ത്യദൂതനായ മഹാ ശ്രേഷ്ഠനായ പ്രവാചകന് നൽകിയ ഒരു സമ്മാനമാണ് സ്വലാത്ത് എന്നുള്ളത് ബോധ്യപ്പെടാതെ പോയത് കൊണ്ടാണ്. അപ്പൊ മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ജീവിതത്തിലും ഈ രൂപത്തിലുള്ള നേരിട്ടുള്ള അള്ളാഹുവുമായി ബന്ധപ്പെട്ട ചില സംസാരങ്ങള്, സംവാദങ്ങള് എല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പോ അവിടെയും മൂസാ നബി കടന്നു വരുന്നുണ്ട് കേട്ടോ. മൂസാ നബിയുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളും അത്തരം വിഷയങ്ങളെ പഠിപ്പിക്കുന്നിടത്ത്, പ്രവാചകൻ പറയുന്നിടത്ത് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ആ വിഷയം നമ്മൾ ഇവിടെ ഇൻഷാ അല്ലാഹ് കൂടുതൽ സംസാരിക്കുന്നില്ല. നമുക്ക് തൊട്ടടുത്ത ആയത്തിലേക്ക് പോവാം. അപ്പൊ ഇവിടെ മൂസാ നബിയോട് അള്ളാഹു പിന്നെ ഒരു മനുഷ്യനെ കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ എടുത്തു പറയുകയാണ്. അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ ഒരു മലക്കിന്റെ സാന്നിധ്യമില്ലാതെ നേരിട്ട് അള്ളാഹു ചില പ്രത്യേകതകൾ നൽകിയ ഒരു മനുഷ്യനെ സമീപിക്കാൻ വേണ്ടിയിട്ട് മൂസാ നബിയോട് ആവശ്യപ്പെടുകയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ മൂസാ നബിയുടെ ഇടപെടൽ മനുഷ്യ കുടുംബത്തിന്, എല്ലാ കാലത്തുമുള്ള മനുഷ്യ കുടുംബത്തിന് ചില നല്ല പാഠങ്ങൾ അള്ളാഹു ഇവിടെ സമ്മാനിക്കുകയാണ്. അപ്പോ മൂസാ നബി അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നു. അങ്ങനെ മൂസാ നബി അദ്ദേഹത്തോട് പറയാണ്, ഖാല ലഹു മൂസ, മൂസാ നബി അദ്ദേഹത്തോട് പറഞ്ഞു, എന്താണ്? ഹൽ അത്തബിഉക, ഞാൻ അങ്ങയെ പിന്തുടരട്ടെ, അലാ അൻ തുഅല്ലിമനി, നിങ്ങൾ എന്നെ ചിലതെല്ലാം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, മിമ്മ ഉല്ലിംത റുഷ്ദ, ചില അങ്ങേ പഠിപ്പിക്കപ്പെട്ട സന്മാർഗ ദർശനത്തിൽ നിന്ന് എനിക്ക് ചിലതെല്ലാം അങ്ങ് പിന്നെ പഠിപ്പിച്ചു തരുവാനായി അങ്ങയെ ഞാൻ പിന്തുടരട്ടെയോ എന്ന് മൂസാ നബി ചോദിക്കുക. ഇമാം ഷഅറാബി ഇവിടെ ഒരു വിദ്യ തേടുന്നൊരു വ്യക്തി ഏത് രൂപത്തിലാണ് വിനയം കാണിക്കേണ്ടത് എന്ന ഒരു വിഷയം ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്. എന്നെ അള്ളാഹു പ്രപഞ്ചനാഥൻ അങ്ങയുടെ അടുക്കിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഇങ്ങനെ കുറെ വിഷയങ്ങളെല്ലാം ഉണ്ടായി. ഞാനൊരു പ്രവാചകനാണല്ലോ, ഞാൻ വേദം ചുമക്കുന്ന, നിയമങ്ങൾ പഠിപ്പിക്കുന്ന, ജീവിത പാഠങ്ങൾ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ തുടങ്ങി പറഞ്ഞ് തൻ്റെ പ്രത്യേകതകളെ എടുത്തു പറഞ്ഞ് തൻ്റെ മഹത്വത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇടപെടലല്ല ഇവിടെ മൂസാ നബി നടത്തുന്നത്. ഒരു എളിയ ശിഷ്യനായി, വിനയമുള്ള വ്യക്തിയായി നിന്നുകൊണ്ട് തന്നെ കുറിച്ചുള്ള ഒരു അറിവും നൽകാതെ ഒന്നും അറിയാത്ത വ്യക്തിയായി നിന്നുകൊണ്ട് ഒരു വ്യക്തിയോട് മൂസാ നബി ആ വ്യക്തിയിലുള്ളതിനെ പഠിപ്പിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ്. അപ്പൊ ഒരു വിനയത്തിന്റെ, ഇമാം ഷഅറാബി പറയുന്നത് പോലെ, തന്റെ വാക്കിലോ പ്രവൃത്തിയിലോ ഇടപെടലിലോ ഒരു തരത്തിലുള്ള അഹങ്കാരമോ
ഒന്നും അറിയാത്ത ഒരു കുട്ടിയെ പോലെ ഒരു മനുഷ്യന്റെ മുമ്പിൽ വിജ്ഞാനത്തിന് വേണ്ടി കൈനീട്ടുന്ന, കെഞ്ചുന്ന ഒരു വിനയമുള്ള മനുഷ്യനെ അള്ളാഹു ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. ഇതിലൂടെ വിജ്ഞാനം എങ്ങനെയാണ് നിങ്ങൾ ആർജിക്കേണ്ടത്, അത് അതിന് സ്വീകരിക്കേണ്ട നിബന്ധനകൾ എന്തൊക്കെയാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട് എന്നാണ്. അപ്പൊ ഒരാളോടൊരു കാര്യം ചോദിക്കുമ്പോൾ അത് വിനയപൂർവമായിരിക്കണം, പ്രത്യേകിച്ച് അറിവുകൾ തേടുമ്പോൾ വിനയപൂർവമായിരിക്കണം എന്നാണ്. എനിക്കെന്തൊക്കെയോ അറിവുണ്ട്, അല്ലെങ്കിൽ എന്നിൽ എന്തൊക്കെയോ ചില പ്രത്യേകതകൾ ഉണ്ട്, പക്ഷേ എന്നെങ്ങനെ പറഞ്ഞു വിട്ടതുകൊണ്ട് ഞാൻ വന്നതാണ് എന്നെല്ലാം ധ്വനിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു വാക്കുകളോ ഒരു പ്രവൃത്തിയോ മൂസാ നബിയിൽ നിന്ന് ഉണ്ടാവുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. നേരിട്ട് മൂസാ നബി എന്ന് പറയുന്ന ഒരു ഹുക്കുമിനെ കൈകാര്യം ചെയ്യുന്ന, അഹ്കാമുകളെ കൈകാര്യം ചെയ്യുന്ന, നിയമ സംവിധാനങ്ങളെ പ്രയോഗവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവാചകൻ, അത് ബൃഹത്തായ ഒരു വലിയൊരു സമൂഹത്തെ അഭ്യന്തര കുഴപ്പമുള്ള, പ്രശ്നമുള്ള അഭ്യന്തര പ്രശ്നങ്ങളെ ഏറെ നേരിട്ട് അതിൽ നിന്ന് ഞെരിപൊരി കൊള്ളുന്ന ഒരു പ്രവാചകൻ, ആ പ്രവാചകൻ വിനയാന്വിതനായി നിൽക്കുന്ന ഒരു മഹാസമയത്തെ, സന്ദർഭത്തെ അള്ളാഹു ഇവിടെ ആ പ്രവാചകന്റെ തന്നെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് അള്ളാഹു എടുത്തു കാണിക്കുകയാണ്. അപ്പോ നമ്മൾ ഇതിന്റെ മുമ്പ് പറഞ്ഞു ഏറ്റവും അറിവുള്ള മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചു എന്നാണ്. അപ്പൊ നിലവിൽ നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്ന, ജീവിത നിബന്ധനകളെ ഭൂമിയിൽ മനുഷ്യൻ അവന്റെ വ്യക്തി ജീവിതത്തിൽ, അവന്റെ കുടുംബ ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ പുലർത്തേണ്ട നിയമങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രവാചകൻ സ്വാഭാവികമായിട്ടും ദൈവദൂതനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ദൈവത്തിൽ നിന്നും നിയമപുസ്തകം ലഭിച്ച വ്യക്തി എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനാണ് നിലവിൽ അറിവുള്ളവൻ എന്ന് സ്വാഭാവികമായിട്ട് പറഞ്ഞു പോകും. അങ്ങനെ ആ പ്രവാചകൻ അത് പറയുന്നു. എന്നാൽ അള്ളാഹു അതിനപ്പുറം ഇല്ല, അതിനപ്പുറം ചില അറിവുകളുണ്ട് എന്ന പാഠം പിന്നീട് പകർന്നു നൽകുകയും ആ പ്രവാചകന് ചിലതെല്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ ആ പ്രവാചകന്റെ കാലത്ത് തന്നെ ജീവിച്ചിരിക്കുന്ന, എന്നാൽ ആ പ്രവാചകൻ അറിയാത്ത ഒരു വ്യക്തിയുടെ അരികിലേക്ക് ഒരു പ്രവാചകനെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ പറഞ്ഞു വിടുമ്പോൾ തൻ്റെ എല്ലാ ഇത്തരത്തിലുള്ള അറിവിനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങളെ കുറിച്ചുള്ള തൻ്റെ എല്ലാ കഴിവുകളെയും, അള്ളാഹു നൽകിയ തൻ്റെ എല്ലാ പ്രത്യേകതകളെയും മാറ്റിവെച്ച് ഒരു ഒഴിഞ്ഞ മനസ്സുള്ള കുഞ്ഞിനെ പോലെ ആ വ്യക്തിയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു വിനയമുള്ള പ്രവാചകനെ അള്ളാഹു ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് ആ ചോദ്യത്തിനുള്ള ഉത്തരം അഹങ്കാര ഭാവേനയുള്ള ഒരു ഉത്തരമായിരുന്നില്ല എന്നുകൂടി അള്ളാഹു ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഞാനാണ് അറിവുള്ളവൻ എന്ന് തൻ്റെ അനുചരന്മാരോട് പറയുമ്പോൾ ആ ഞാനാണ് അറിവുള്ളവൻ എന്ന ആ ഒരു പ്രയോഗം അഹങ്കാരത്തിന്റെ പ്രയോഗമായിരുന്നില്ല, അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തലക്കനത്തിന്റെ പ്രയോഗമായിരുന്നില്ല, മറിച്ച് അത് താൻ കൈകാര്യം ചെയ്യുന്ന മേഖലയിൽ നിലവിൽ ഞാൻ അറിവുള്ളവനാണ് എന്ന ആ വർത്തമാനത്തിൽ പോലും ഒരു പ്രവാചകന്റെ ഭാഗത്ത് നിന്ന് വിനയത്തോടു കൂടിയുള്ള ഒരു ഉത്തരമായിരുന്നു എന്നുകൂടി ഒരു പ്രവാചകനെ ഇവിടെ ഉദ്ധരിക്കുന്നതിലൂടെ, ആ പ്രവാചകന്റെ വാക്കുകളെ എടുത്തു പറയുന്നതിലൂടെ അള്ളാഹു ആ പ്രവാചകന്റെ മഹത്വത്തെ വീണ്ടും ഉയർത്തിപ്പിടിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വായിക്കാൻ പറ്റും എന്നാണ് ഇമാം ഷഅറാവി പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു, താൻ ഇങ്ങോട്ട് എത്താനുള്ള ഒരു സാഹചര്യവും പറയാതെ, തന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ച പ്രപഞ്ച നാഥനാണ് എന്ന ഒരു വാക്ക് പോലും ഉരുവിടാതെ അദ്ദേഹം
മൂസാ നബി ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളെ പിന്തുടർന്നോട്ടെ? അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദ, നിങ്ങൾക്ക് നൽകിയ ഈ മഹാജ്ഞാനത്തെ, തിരിച്ചറിവിനെ എനിക്ക് കൂടി പകർന്നു നൽകാൻ ഞാൻ നിങ്ങളെ പിൻപറ്റിക്കൊള്ളട്ടെ എന്ന് മൂസാ നബി ചോദിക്കുകയാണ്. അപ്പൊ റുഷ്ദ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ? റുഷ്ദ് എന്ന് പറഞ്ഞാല് അത് ഹുസ്നു തസറുഫ് ഫിൽ അഷ്യാഇ എന്നാണ് അതിന് ഭാഷാ പണ്ഡിതന്മാർ അർത്ഥം നൽകുക. ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ കാര്യഗൗരവത്തോടു കൂടിയിട്ട് ആ വിഷയത്തെ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള കഴിവിനാണ് റുഷ്ദ് എന്ന് പറയുന്നത്. ഇപ്പൊ വിശുദ്ധ ഖുർആൻ ഒരാൾക്ക് പ്രായപൂർത്തിയായി, അയാൾക്ക് കുറെ വയസ്സായി എന്നുള്ളത് കൊണ്ട് ഒരാൾക്ക് റുഷ്ദ് ഉണ്ടാകണം എന്നില്ല. അഥവാ ബുലൂഗ്, പ്രായപൂർത്തിയാകുന്നത് കൊണ്ട് ഒരാൾക്ക് റുഷ്ദ് വരണമെന്നില്ല. എന്നാ നല്ല പ്രായപൂർത്തിയായ ആൾക്കാര് പൊട്ടത്തരം കളിക്കുന്ന ആളുകളില്ലേ, അതുകൊണ്ട് നമുക്ക് വയസ്സായി എന്നുള്ളത് കൊണ്ട് റുഷ്ദ് ഉണ്ടാകും എന്നില്ല. അപ്പോ ചിലപ്പോൾ സഫീഹാകാം, പൊട്ടനാവാം, ഒരു കാര്യഗൗരവത്തോടു കൂടി കാര്യങ്ങളെ നോക്കിക്കാണാൻ കഴിവില്ലാത്ത അവസ്ഥ ഉണ്ടായിരിക്കാം. അപ്പൊ റുഷ്ദ് എന്ന് പറയുന്നത് പ്രായപൂർത്തിയാകുന്നതിനോടൊപ്പം നമ്മൾക്ക് എന്താ പറയാ, അയാൾക്ക് വയസ്സായി അല്ലെങ്കിൽ ബുലൂഗായി, പ്രായപൂർത്തിയായി എന്നെല്ലാം നമ്മൾ പറയുന്നതിനോടൊപ്പം തന്നെ അയാൾക്ക് ഒരു വിഷയത്തെ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള, അതിലെ നന്മയും തിന്മയും, അതിലെ കൊള്ളേണ്ടതും കൊള്ളാത്തതുമായ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടപെടാൻ കഴിയുന്ന ഒരു അവസ്ഥാവിശേഷം ഒരു വ്യക്തിയിൽ നിൽക്കുമ്പോഴാണ് അയാൾ റഷീദായ മനുഷ്യനാകുന്നത്, തിരിച്ചറിവുള്ള മനുഷ്യനായി മാറുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയും അയാൾ അതിന് കൊള്ളുന്ന വ്യക്തിയല്ല, അയാൾക്ക് കാര്യങ്ങൾ ആ രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള വ്യക്തിയല്ല എന്ന് നമ്മൾ പറയും. വിശുദ്ധ ഖുർആന് ഈ റുഷ്ദുമായി ബന്ധപ്പെട്ട ചർച്ച സൂറത്ത് നിസായിൽ അള്ളാഹു കൊണ്ടുവരുന്നുണ്ട്. ഉദാഹരണമായിട്ട് വബ്തലുൽ യതാമ, വബ്തലുൽ യതാമ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അനാഥ മക്കളെ നിങ്ങൾ എന്താക്കണം? പരീക്ഷണത്തിന് വിധേയമാക്കണം. എന്താണ്? ഹത്താ ഇദാ ബലഗുൻ നിക്കാഹ, അവര് പ്രായപൂർത്തിയായി കഴിഞ്ഞാലും, വിവാഹ പ്രായം എത്തിയതിന് ശേഷം നിങ്ങൾ എന്താക്കണം? അവരെ നിങ്ങൾ ഒരു പരീക്ഷണത്തിന് വിധേയമാക്കണം. അപ്പോ രക്ഷിതാക്കൾ മരിച്ചു പോകുന്ന, രക്ഷിതാവ് മരിച്ചു പോയ ഒരു കുട്ടിയുടെ സമ്പത്ത് ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു വ്യക്തി കൈകാര്യം ചെയ്യുമ്പോൾ അത് ഇന്ന സമയം വരെ മാത്രമേ നിങ്ങൾക്കത് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു കണ്ടീഷൻ അള്ളാഹു വെക്കുന്നുണ്ട്. ആ കണ്ടീഷൻ എന്താണ്? അവർക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞാല് അവർക്ക് ആ സമ്പത്തിന് അവർക്ക് തിരിച്ചു കൊടുക്കണം. അതിൻ്റെ ഇടയിലുള്ള സമയത്ത് സൂക്ഷ്മമായി അതിനെ പരിപാലിക്കുകയും അത് തൊട്ടാൽ പൊള്ളുന്ന ഒരു സമ്പത്തായതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഉപയോഗിക്കുന്നത് പോലും എങ്ങനെയായിരിക്കണമെന്ന് സൂറത്ത് നിസാ വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അനാഥ കുഞ്ഞിന്റെ സമ്പത്ത് കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ എത്രമാത്രം സൂക്ഷ്മത പുലർത്തണമെന്ന് അതിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോ അത് എപ്പോഴാണ് കൈമാറേണ്ടത് അതിനെക്കുറിച്ച് പറയുന്നിടത്ത് ഈ ഒരു റുഷ്ദ് എന്ന വാക്കിനെ അള്ളാഹു അതിന്റെ അർത്ഥവ്യാപ്തിയെ പരിചയപ്പെടുത്തുന്ന ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഹത്താ ഇദാ ബലഗുൻ നിക്കാഹ, അവര് വിവാഹപ്രായമെത്തിയാൽ ഫഇൻ ആനസ്തും മിൻഹും റുഷ്ദൻ, വിവാഹപ്രായം എത്തുക എന്നുള്ളതല്ല അവർക്ക് ആ സമ്പത്തിനെ കൈകാര്യം ചെയ്യാൻ കൊടുക്കേണ്ടതിന്റെ മാനദണ്ഡം. മറിച്ച് അവരിൽ നിങ്ങൾ റുഷ്ദ് പൂർണ്ണമായി തിരിച്ചറിഞ്ഞാൽ മാത്രമേ നിങ്ങൾ അത് കൊടുക്കാൻ പാടുള്ളൂ. ഫദ്ഫഉ ഇലൈഹിം അംവാലഹും, അപ്പൊ മാത്രമേ അവർക്ക് നിങ്ങൾ ആ സമ്പത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഫൈൻ ആനസ്തും മിൻഹും റുഷ്ദൻ, അവർക്ക് കാര്യഗൗരവത്തോടു കൂടിയിട്ട് വളരെ ചിന്താപൂർവം അതിലെ ശരിയും തെറ്റുകളും എല്ലാം തന്നെ മനസ്സിലാക്കി ഒരു വിഷയത്തെ, സമ്പത്തിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അവസ്ഥ കൂടി ഉണ്ടായാൽ മാത്രമേ നിങ്ങൾ അവരുടെ സമ്പത്തിനെ
അവർക്ക് നിങ്ങൾ കൈകാര്യം ചെയ്യാൻ കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്താക്കണം, വലാത്തു ഉത്തു അസ്സുഫഹ അംവാലക്കും. അപ്പോ ഇവിടെ ഇമാം ഷഹറാവി പറയുന്നുണ്ട്, അവിടെ അംവാലക്കും നിങ്ങളുടെ സ്വത്ത് എന്നാണ് പിന്നെ അള്ളാഹു പറയുന്നത്. അപ്പൊ നിങ്ങളുടെ സ്വത്ത് ഈ അവിവേകമുള്ള കാര്യഗൗരവത്തോട് കൂടിയിട്ടൊരു വിഷയത്തെ കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത ആ വ്യക്തിക്ക് നിങ്ങൾ എന്താക്കാൻ പാടില്ല, അത് തിരിച്ചു കൊടുക്കാൻ പാടില്ല. അപ്പൊ നിങ്ങളെ സമ്പത്ത് എന്തുകൊണ്ടാണ് പിന്നെ പറഞ്ഞത് എന്നാ. അത് വീണ്ടും ഒരു വ്യക്തിയിലേക്ക് ഒരു കുഞ്ഞിന്റെ സമ്പത്തിനെ തൻ്റെതായി കണ്ടുകൊണ്ട് പരിപാലിക്കേണ്ടതിന്റെ ആവശ്യകതയെ ഊട്ടി ഉറപ്പിക്കുകയാണ് ആ ഒരു പ്രയോഗത്തിലൂടെ. ഒരു യതീമായ അനാഥ കുഞ്ഞിന്റെ സമ്പത്തിനെ അവന് തന്നെ തിരിച്ചു കൊടുക്കണമെങ്കിൽ അവന് റുഷ്തുണ്ടായിരിക്കണം, അവന് തിരിച്ചറിവുണ്ടായിരിക്കണം. ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതിൽ അയാൾക്ക് ഗൗരവമുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കണം എന്ന്. അങ്ങനെ അത് പരീക്ഷണത്തിന് വിധേയമാക്കിയിട്ട് അയാൾക്ക് അത് ബോധ്യപ്പെട്ടാൽ അയാൾക്ക് അതിൽ അയാൾ സമാധാനം അടഞ്ഞാല് ഒരു 100 രൂപ ഒരു കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് ആ കുട്ടിനോട് പറയാണ്, മോനെ ഈ സാധനം വാങ്ങിയിട്ട് വായോ. അങ്ങനെ ആ കുട്ടി പോയിട്ട് അയാൾ പിന്നീട് അയാൾ പരീക്ഷിക്കുകയാണ് ഈ കുട്ടി എങ്ങനെയാണ് ഈ പൈസ കൊണ്ട് പോകുന്നത്, ആ കുട്ടി എങ്ങനെയാണ് പിന്നെ അത് വാങ്ങിക്കൊണ്ടുവരുന്നത്, അതിൽ പിന്നെ എത്ര തിരിച്ചു കൊണ്ടുവന്നു, അത് എങ്ങനെയാണ് കണക്ക് ബോധിപ്പിക്കുന്നത്, അത് വാങ്ങുന്ന സമയത്ത് ഈ കുഞ്ഞ് എന്തൊക്കെയാണ് പറഞ്ഞത്, ഇതെല്ലാം പരീക്ഷണത്തിന് വിധേയമാക്കിയിട്ട് ഇവന് കൊള്ളാം, ഇവന് തിരിച്ചറിവുണ്ട്, ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ ഇവൻ മിടുക്കനാണ് എന്ന ഒരു 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 അവസ്ഥ അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് ഈ വ്യക്തിക്കുണ്ടായി കഴിഞ്ഞാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ റുഷ്തി എന്ന് പറയുന്നതിന് വലിയ അർത്ഥവ്യാപ്തിയുണ്ട്. ഇപ്പൊ ഇവിടെ അള്ളാഹുവിൽ നിന്ന് പിന്നെ അള്ളാഹു പഠിപ്പിച്ച ഒരു കാര്യത്തെ അതിന്റെ മുൻപും പിമ്പും നോക്കിക്കാണാനുള്ള അതിന്റെ ഒരു വിശാലമായ ഒരു വിഷയത്തിലുള്ള വിശാലമായ അറിവിനെ അള്ളാഹു ഈ വ്യക്തിക്ക് പഠിപ്പിച്ചു എന്നാണ്. ഇതിൽ കുറെ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി വരുന്ന കുറച്ച് മുന്നോട്ട് പോയിട്ടുള്ള ഒരു ആയത്തിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം. ഇതിന്റെ ഉള്ളിലൂടെ ഈ 2 ആയത്തുണ്ടല്ലോ, ഇമ്മാ ഉല്ലിംത റുഷ്ദ എന്ന് പറഞ്ഞതിന്റെയും 2 അതിലെ ഖദറുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച വരുന്നുണ്ട്. ഖദറിന് അള്ളാഹു പിന്നെ നമ്മളിലും പറയുന്ന ഒരു വിഷയമാണല്ലോ ഖദർ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഖദറിലുള്ള വിശ്വാസം, അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഇവിടെ വരുന്നുണ്ട്. അത് കുറച്ച് നീണ്ട ഒരു ചർച്ചയാണ്, കുറച്ചൊരു ഗൗരവത്തിലുള്ള ഒരു വിഷയമാണ്. ഇത് രണ്ടിന്റെയും ഇടയിൽ അങ്ങനത്തെ ഒരു വിഷയം കൊണ്ടുവരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരു ആയത്തിൽ അള്ളാഹു തൗഫീഖ് ചെയ്താൽ നമുക്ക് ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് പറയാവുന്നതാണ്. അപ്പോ മൂസാ നബി പിന്നെ ഇദ്ദേഹത്തോട് മിമ്മാ ഉല്ലിംത റുഷ്ദ എന്ന് പറയുന്നത് അത് വെറും ഒരു വാക്കല്ല. നിങ്ങളെ പഠിപ്പിച്ചതിൽ നിന്ന് മാത്രമല്ല പറഞ്ഞത്, നിങ്ങളെ റുഷ്ത് നിങ്ങളെ പഠിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ പഠിപ്പിച്ച റുഷ്തിൽ നിന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം എന്നാണ്. അപ്പോ ആ വ്യക്തിയുടെ മഹത്വത്തെ പൂർണ്ണമായി ആ പ്രവാചകൻ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതെങ്ങനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്, അതെങ്ങനെ അറിഞ്ഞത് എന്നുള്ളതാണ്. അത് അള്ളാഹു പറയാണ്, ഒരു പ്രവാചകൻ, ആ പ്രവാചകൻ ഈ പ്രപഞ്ചനാഥനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നേരിട്ടുള്ള സംസാരത്തിന്റെ മധുരമറിഞ്ഞൊരു പ്രവാചകൻ, സ്രഷ്ടാവിന്റെ അളമത്തിനെ ബോധ്യപ്പെട്ടൊരു പ്രവാചകൻ, പ്രപഞ്ചനാഥനെ കുറിച്ചുള്ള ഒരു മഹാജ്ഞാനം മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രവാചകൻ, അതിന്റെ പ്രഭയിൽ കുളിച്ചു നിൽക്കുന്ന ഒരു പ്രവാചകൻ, ആ പ്രവാചകനോട് മറ്റൊരു വ്യക്തിയെ സമീപിക്കാൻ പറയുമ്പോഴേ അയാള് ചില്ലറക്കാരനാവൂല എന്ന് ആർക്കും തിരിയും. മൂസാ നബി അലൈഹി ഇസ്ലാമിന് തന്നെക്കുറിച്ചുള്ള തന്നെ ഒരു അറിവുണ്ട്. താൻ എപ്പോഴും ഏത് പ്രഭയിലാണ് കുളിച്ചു നിൽക്കുന്നത് എന്നും തൻ്റെ മനസ്സും ചിന്തയും എങ്ങനെയൊക്കെയാണ് പ്രഭാപൂർണമായി നിൽക്കുന്നത് എന്നും ദീപ്തമുറ്റതായി നിൽക്കുന്നതെന്നും
ഈ പ്രവാചകന് തന്നെ ബോധമുണ്ട് അള്ളാഹുവിന്റെ മഹത്തായ ആ അനുഗ്രഹത്തെ, തന്നെ എന്തൊരു ആവശ്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നുവോ ആ ആവശ്യത്തിന്റെയും അതിനെ പരിപാലിക്കാൻ ആവശ്യമായി നൽകപ്പെടുന്ന ജ്ഞാനത്തെക്കുറിച്ചും പൂർണ്ണ ബോധ്യമുള്ള ഒരു പ്രവാചകനോട് മറ്റൊരു വ്യക്തിയെ പോയി കാണാൻ പറയുമ്പോൾ ആ വ്യക്തിയുടെ മഹത്വത്തെ അതിലൂടെ തിരിച്ചറിയാൻ തീർച്ചയായിട്ടും കഴിയും. അതുകൊണ്ട് തന്നെ താൻ അനുഭവിക്കുന്ന അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ ചില അവസ്ഥാവിശേഷങ്ങളിലൂടെ കുളിർക്കൊള്ളുന്ന മനസ്സും ചിന്തയും എല്ലാ സമയത്തും കുളിരണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ പോയി കാണാൻ പറയുന്നതിലൂടെ ഇതിനപ്പുറമുള്ള മഹാജ്ഞാന പ്രഭയിലാണ് അയാൾ കുളിച്ചു നിൽക്കുന്നത് എന്ന് തീർച്ചയായിട്ടും ആ പ്രവാചകന് ബോധ്യമുള്ളത് കൊണ്ടാണ്, ബോധ്യപ്പെട്ടത് കൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാം അങ്ങേക്ക് പഠിപ്പിക്കപ്പെട്ട റുഷ്ദിൽ നിന്നും അങ്ങനെക്ക് ചിലതെല്ലാം പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് വിനയാന്യുതനായി നിൽക്കുന്നത്. അപ്പോൾ വിജ്ഞാനം തേടുവാൻ വിനയം ആവശ്യമാണ്. വിനയമില്ലാത്ത വിജ്ഞാനം അത് വ്യക്തിയിലും സമൂഹത്തിലും അപകടം സൃഷ്ടിക്കും എന്നുകൂടി പിന്നെ അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. അത് നമ്മളെല്ലാവരും പഠിച്ചൊരു വിഷയമാണ് അല്ലേ? വിജ്ഞാനം എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്? നിങ്ങൾക്കപ്പുറമുള്ള ഒരു മഹാശക്തിയെ മുമ്പിൽ വെച്ചുകൊണ്ടായിരിക്കണം, ആ ശക്തിയുടെ നാമം ഉരുവിട്ടുകൊണ്ടായിരിക്കണം നിങ്ങൾ വിജ്ഞാനം ആർജിക്കേണ്ടത്, അല്ലെങ്കിൽ വിദ്യ നുകരേണ്ടത്, വിദ്യ തേടേണ്ടത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നമ്മള് റബ്ബ് എന്ന വാക്കിനെ കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. റബ്ബില് പിന്നെ ഏതെല്ലാം പിന്നെ അള്ളാഹുവിന്റെ സിഫത്തുകൾ ചേർന്ന് നിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോ ആ ഒരു പരിപാലകന്റെ നാമത്തെ ഉരുവിട്ടുകൊണ്ട്, മഹാജ്ഞാനിയായ സർവശക്തന്റെ നാമത്തെ ഉരുവിട്ടുകൊണ്ടായിരിക്കണം നിങ്ങൾ ഈ പ്രപഞ്ചത്തെ വായിക്കേണ്ടത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹിക്ക് തുടക്കത്തിലേ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വിജ്ഞാനം പ്രാപഞ്ചികമാണ്, അതിന് വേർതിരിവില്ല എന്ന് ഇമാം ഷഅറാവി പറയുന്നുണ്ട്. നമ്മളെല്ലൊന്ന് പിന്നെ അങ്ങനെ പഠിച്ചതുകൊണ്ടാണ് ഈ ഉമ്മത്ത് പിന്നെ പുറന്തള്ളപ്പെട്ടിട്ടുള്ളത് എല്ലായിടങ്ങളിൽ നിന്നും അല്ലേ? വിജ്ഞാനത്തെ രണ്ടായിട്ട് ബാധിച്ച് അതിനെ മതം, ഭൗതികം എന്നെല്ലാം പറഞ്ഞ് പിന്നെ സമൂഹത്തിൽ തന്നെ രണ്ടു കൂട്ടര് പ്രത്യക്ഷപ്പെട്ട് രണ്ടു കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആദരവുമില്ലാത്ത, അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ മോശമായ കണ്ണുകൊണ്ട് നോക്കിക്കാണുന്ന ഒരു അവസ്ഥാവിശേഷം നിലനിൽക്കുന്ന ഒരേ ഒരു സമൂഹം മുസ്ലിങ്ങളാണെന്ന്, പടച്ചോന് കീഴ്പ്പെട്ടവരാണെന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ മാത്രമാണ് നിലനിൽക്കുന്നത്. ഇത് മറ്റൊരു ചർച്ചയാണെങ്കിലും ഞാൻ നിങ്ങളുടെ വായനക്കും പിന്നെ ചിന്തക്കല്ലോ വിട്ടുതരാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു സംസാരം കൂടി ഇതിന്റെ ഇടയിൽ കൂടെ നടത്തുകയാണ്. അത് ഈ ഉമ്മത്തിൽ സൃഷ്ടിച്ച അപകടം ചെറുതല്ല. വിജ്ഞാനത്തെ രണ്ടായി പാതിച്ചതിലൂടെ രണ്ട് ധാരകളാണ് ഈ സമൂഹത്തിൽ രൂപപ്പെട്ടത്. ആരും ഒരു വിഭാഗം ഇങ്ങോട്ട് അവര് എന്തോ ഖുർആനും ഹദീസും അറിയുന്നവർ മാത്രമാണെന്ന് പറഞ്ഞിട്ട് അവരൊരു ഭാഗത്തിരുത്തി, ഇവർക്ക് വേറെ അറിവൊന്നുമില്ല എന്ന് പറഞ്ഞു. മറ്റൊരു വരുമ്പോൾ ഓനൊന്നിനും കൊള്ളൂല, ഓന്റെ മേഖലയിൽ അവന്റെ മേഖലയിൽ എന്തോ ചിലതില്ല ആ അറിവുള്ളവനാണ്, ഓനൊരു പണ്ഡിതനായിട്ട് അംഗീകരിക്കാത്ത ഒരു മാനസികാവസ്ഥയും. എന്നാൽ ഖുർആന് പഠിക്കേണ്ടത്, ആ പ്രപഞ്ച നാഥനിൽ നിന്നുള്ള വഹീനെ പഠിക്കേണ്ടത് നല്ല ബുദ്ധിയുള്ള, ചിന്തയുള്ള, നല്ല വിവേകമുള്ള, തിരിച്ചറിവുള്ള ആളുകളാണ്. അല്ലാത്തവര് അതിനെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാല് പലപ്പോഴും ഇന്ന് നമ്മളെല്ലാം കാണുന്ന കുറെ അപകടങ്ങൾ ഇങ്ങനെ കാണേണ്ടി വരും. അത് അങ്ങനെ തിരിയുന്ന ഒരു സാധനമല്ല. അതുകൊണ്ട് പഠിക്കണ്ടെന്നല്ല പറയണത്, എല്ലാവരും പഠിക്കണം. പക്ഷെ അത് പഠിക്കുമ്പോൾ സ്വീകരിക്കേണ്ട ചില സമീപനങ്ങളുണ്ട്, മാനദണ്ഡങ്ങളുണ്ട്. അപ്പൊ അള്ളാഹു നല്ല ബുദ്ധി കൊടുത്തവര് അവര് ഈ ഖുർആന്റെ വ്യാഖ്യാനങ്ങൾ മാത്രം പഠിക്കുകയും ഈ വ്യാഖ്യാനങ്ങളെ അവര് പിന്നെ മഹത്വത്കരിക്കുകയും അത് എന്താണോ ഇതിന്റെ സ്രോതസ്, ആ സ്രോതസ്സിനെ പുറന്തള്ളുകയും ചെയ്തു. എന്നാൽ മുഴുവൻ വിജ്ഞാനങ്ങളുടെയും ഒരു സ്രോതസ്സായ ഈ പ്രപഞ്ചത്തിന്റെ ദൃഷ്ടാന്തങ്ങളിലേക്ക് മനുഷ്യ ചിന്തയെ കൊണ്ടുപോകുന്ന, അഗാധമായിട്ട് മനുഷ്യ ചിന്തയെ അതുമായിട്ട് ബന്ധിപ്പിക്കുന്ന അതിന്റെ സ്രോതസ്സിനെ കൈകാര്യം ചെയ്തവരോ അവർക്കിതൊന്നും തിരിഞ്ഞതുമില്ല.
അങ്ങനെ രണ്ട് രൂപത്തിലുള്ള ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. അപ്പോ ഈ വിജ്ഞാനം, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്, അഗാധമായ ചിന്തയിൽ നിന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹിക്കുള്ള വഹയിന് തുടക്കം കുറിച്ചുകൊണ്ട് അള്ളാഹു ബോധനം നൽകുന്നത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. മനുഷ്യന് ആ നിമിഷം വരെ ഒരു ഗർഭാശയത്തിലുള്ള ഒരു കുഞ്ഞിന്റെ വളർച്ചയെക്കുറിച്ച്, ഒരു ഭ്രൂണത്തെക്കുറിച്ചുള്ള ഒരു അറിവില്ലാത്ത സമയത്ത് ആ ഭ്രൂണാവസ്ഥയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ട് മനുഷ്യൻ അവനെ തന്നെ ഗാഠമായി പഠിക്കേണ്ടതുണ്ട്. അവൻ ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടികളിൽ മഹാ അത്ഭുതമാണെന്ന ആ ഒരൊറ്റ വാക്കിന്റെ ഉള്ളിൽ അള്ളാഹു ആ അത്ഭുതങ്ങളുടെ മുഴുവൻ ലോകത്തെയും ചേർത്ത് വെച്ചുകൊണ്ട് മനുഷ്യ ചിന്തക്ക്, പഠന ഗവേഷണങ്ങൾക്കായുള്ള ഒരു മഹാവാതിലുകൾ തുറന്നു കൊടുത്തുകൊണ്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹിന്റെ വഹയിന് അള്ളാഹു തുടക്കം കുറിക്കുന്നത്. ഇതൊന്നും വെറുതെ അങ്ങ് പ്രയോഗിക്കുന്ന വാക്കുകളല്ല. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയാണ് മൂസാ നബിക്ക് പിന്നെ ഇങ്ങനെ ഇത് ഒരു വല്ലാത്തൊരു മനുഷ്യനാണ് എന്ന് എങ്ങനെയാണ് തോന്നിയത്? അത് പടച്ചോൻ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ആ വ്യക്തിയെ കുറിച്ചുള്ള തന്നെ ചില അറിവുകൾ ആ വ്യക്തിയിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ വ്യക്തി മഹാവ്യക്തിയാണെന്ന് മൂസാ നബിക്ക് ബോധ്യപ്പെടുന്നത്. അപ്പൊ ഇവിടെ ഒരു പ്രവാചകനെ അന്ത്യനാൾ വരേക്കുമുള്ള മനുഷ്യ കുടുംബത്തോട് സംവദിക്കുവാൻ, അവരുടെ ചിന്തയെ അനുജയിക്കുവാൻ, അവരുടെ ചിന്തകളെ വിജ്ഞാന ലോകത്തിന്റെ മഹത്തായ അതിന്റെ ഉള്ളിലുള്ള ആശയ ലോകത്തേക്ക് കൈപിടിക്കുവാൻ തുടക്കം കുറിച്ചുകൊണ്ട് പറയുന്ന വഹയിൽ ഉപയോഗിക്കുന്ന വാക്കുകളുടെ ഉള്ളിലുള്ള ആശയ ലോകം അത് നമ്മൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. അങ്ങനെ വിജ്ഞാനത്തെ നോക്കിക്കണ്ടുകൊണ്ട് വഹ്യിനെ സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള മഹാവിജ്ഞാന ശകലങ്ങളെ തേടിക്കൊണ്ടുള്ള ഒരു യാത്ര ഈ ഉമ്മത്തിന് എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ എവിടെ എത്തിയത്? കല്ല ഇന്നൽ ഇൻസാനലയത്തവ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്താണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. അഹങ്കാരത്തിന്റെ, ധിക്കാരത്തിന്റെ, നിഷേധത്തിന്റെ എല്ലാം തന്നെ ഒരു ലോകത്ത് നിൽക്കുന്ന നമ്മൾ തന്നെയാണ് വലിയോന്, ഇത് തന്നെയാണ് ലോകം, ഇത് തന്നെയാണ് ജീവിതം എന്നെല്ലാം ധരിച്ച് ധരിച്ച് പിന്നെ ജീവിക്കുന്ന ഒരു എന്താ പറയാ ബുദ്ധിശൂന്യരായ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ മാറ്റപ്പെടുകയും ചെയ്തു. എന്നാൽ അതിനപ്പുറം പ്രപഞ്ചനാഥനിലൂടെ പഠിപ്പിക്കപ്പെടുന്ന വിജ്ഞാനത്തിലൂടെ ഈ പ്രപഞ്ചനാഥനെ കുറിച്ചും നമ്മെക്കുറിച്ചും നമ്മുടെ മഹത്വത്തെക്കുറിച്ചും ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ചുമുള്ള മഹാജ്ഞാനം ലഭിക്കാതെ പോകുകയും ചെയ്തു. അതിന് ഈ പറഞ്ഞ കുറെ കാരണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും പിന്നെ അതെല്ലാം നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട കുറെ കാര്യങ്ങളാണ്. അപ്പൊ ഏതായാലും ഇവിടെ പിന്നെ റുഷ്ദ് എന്ന വാക്ക് നമ്മൾ ഈ പറഞ്ഞതുപോലെ പ്രായപൂർത്തിയാകുന്നത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഒരു വിവാഹ പ്രായം എത്തുന്നത് കൊണ്ട് മാത്രം ഉണ്ടായിത്തീരുന്ന ഒന്നല്ല. അതിനപ്പുറം ഒരു വ്യക്തിയിൽ നിലനിൽക്കുന്ന ചില കാഴ്ചപ്പാടുകളാണ്, ചില അറിവുകളാണ്, ചില പിന്നെ ചിന്താരീതിയാണത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആന് പ്രായപൂർത്തിയായതിനു ശേഷം നിങ്ങൾ അനാഥ കുഞ്ഞിന് അവന് സമ്പത്തുകൾ കുറച്ചു കൊടുത്തിട്ട് അവൻ അതിൽ എങ്ങനെയാണ് ആ വിഷയം കൈകാര്യം ചെയ്യുന്നത് എന്ന് നിങ്ങൾ നോക്കുകയും ആ കൈകാര്യം ചെയ്യുന്നതിൽ നിങ്ങൾക്ക് തൃപ്തിയടഞ്ഞാൽ അദ്ദേഹത്തിന്റെ സമ്പത്തുകൾ, ആ കുട്ടിയുടെ സമ്പത്തുകൾ പൂർണ്ണമായി ആ കുഞ്ഞിന് തിരിച്ചു നൽകിക്കൊണ്ട് പിന്നെ നിങ്ങൾ എന്താക്കണം? നിങ്ങൾ ആ കുഞ്ഞിനത് കൈമാറണം. അല്ലാത്ത പക്ഷം നിങ്ങൾ അത് നിങ്ങളുടെ കയ്യിൽ തന്നെ വെക്കണം. അപ്പോൾ അള്ളാഹു അവിടെ ഉപയോഗിച്ചു ഫദ്ഫഉ ഇലൈഹിം അംവാലഹും, അവർക്ക് നിങ്ങൾ ആ സമ്പത്ത് തിരിച്ചു കൊടുക്കണം. എന്നിട്ട് അള്ളാഹു പറയണം അങ്ങനെ ഒരു അവസ്ഥയല്ല. എന്നാൽ വലാ തുഅ്തു സുഫഹാ അംവാലക്കും, സുഫഹാക്കൾക്ക് നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ കൊടുക്കാൻ പാടില്ല. അപ്പോ അത് രണ്ട് തരത്തിലാണത്. ഒന്ന്, ഒരു യതീമായ കുഞ്ഞിന്റെ സമ്പത്തിനെ പൂർണ്ണമായിട്ട് തൻ്റെതായി പരിപാലിച്ചു കൊണ്ടുപോകാനും, യതീമല്ലാത്ത സ്വന്തം മക്കളുടെ വിഷയമാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ കുട്ടികൾക്ക് അങ്ങനെ സമ്പത്തിന് കൈകാര്യം ചെയ്യാൻ കൊടുക്കുകയും ചെയ്യരുത് എന്നുള്ളതാണ്. ഇന്ന് നമ്മളെ ഭൂമിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നന്നായി തിരിയും. ഒരു കുട്ടി ചോദിക്കുന്ന പൈസ മുഴുവനും കൊടുക്കുകയും ആ കുട്ടി എന്തിനത് ഉപയോഗിക്കുന്നു, എന്തിനു വേണ്ടി അത് ചിലവഴിക്കുന്നു, അത് എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത് എന്ന് അറിയാത്ത മാതാപിതാക്കൾ രൂപപ്പെട്ട ഒരു ഭൂമിയിലാണ് അള്ളാഹു വലാ തുഅ്തു സുഫഹാ അംവാലക്കും എന്ന് ഇപ്പൊ പറയണത്. ഇതിന്റെ അർത്ഥവ്യാപ്തി നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ്.
ഇന്ന് അല്ലെ സമ്പത്ത് സമ്പത്ത് ഏതെല്ലാം തരത്തിലാണ് ഒരു കുട്ടി ഇന്ന് നേടിയെടുക്കുന്നത് നമ്മളെ ഭൂമിയിൽ. ഇന്ന് മാതാപിതാക്കൾ വിലപിക്കുകയാണ് മക്കളെ ഓർത്ത്. അവന് നൽകിയ സമ്പത്തുകൾ അവൻ ഏത് രൂപത്തിലാണ് ചെലവഴിച്ചത് എന്ന് അറിഞ്ഞിട്ട്, അവന്റെ മാനസികാവസ്ഥയെ കണ്ടിട്ട്, താളം തെറ്റിയ അവന്റെ മനസ്സിനെ കണ്ട്, താളം തെറ്റിയ അവന്റെ ജീവിതത്തെ കണ്ട്, അതിലേക്ക് നയിച്ച അവരുടെ ഇടപെടലിനെ കുറിച്ചെല്ലാം ഓർത്തിട്ട് വിലപിക്കുന്ന ലോകത്താണ് എങ്ങനെയാണ് വളർന്നു വരുന്ന തലമുറകളെ നിങ്ങൾ പരിപാലിക്കേണ്ടത്, അവരെ ഏതെല്ലാം തരത്തിലാണ് ഒരു വിഷയം കൈകാര്യം ചെയ്യാൻ പാകപ്പെടുത്തി എടുക്കേണ്ടത് എന്ന് നിരന്തരം പഠിക്കുകയും വായിക്കുകയും ചെയ്യുന്ന നമ്മള് ഈ ആയത്തുകളെല്ലാം എത്ര ലാഘവത്തോടു കൂടിയിട്ടാണ് നമ്മൾ പറഞ്ഞു പോയത്, നമ്മൾ വായിച്ചു പോയത്. അംബാലക്കും, നിങ്ങളുടെ സമ്പത്ത് ഈ സുഫഹാക്കൾക്ക് കൊടുക്കരുത്, ഈ വിഡ്ഢികൾക്ക് നിങ്ങൾ കൊടുക്കരുത്. വിഡ്ഢിത്തം കാണിക്കുന്ന ആളുകൾ, ജീവിതത്തെ കുറിച്ച് അറിവില്ലാത്ത, ജീവിതത്തിന്റെ മധുരമറിയാത്ത, അതിന്റെ ലക്ഷ്യമറിയാത്ത, അതിനെ പരിപാലിക്കാൻ അറിയാത്ത, അതിന് ഏത് രൂപത്തിലാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നറിയാത്ത മക്കൾക്ക് നിങ്ങൾ കൊടുക്കരുത് എന്ന് അള്ളാഹു പറയാണ്. അപ്പൊ പിന്നീട് അതിനെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഈ ഒരു മൂല്യത്തെ എങ്ങനെയാണ് വീണ്ടെടുക്കുക? ചോദിക്കുന്നത് മുഴുവനും കൊടുത്ത് ഒരു കുഞ്ഞിന്റെ ജീവിതത്തെ എങ്ങനെയൊക്കെയാണ് നമ്മൾ താളം തെറ്റിച്ചിട്ടുള്ളത്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലെ, എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ അത് ലുക്കുമാനിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. ഒരു റുഷ്തുള്ള ഒരു മഹാപിതാവിന്റെ, റുഷ്തുള്ള ഒരു മാതാവിന്റെ സൂക്ഷ്മമായ ഇടപെടലിനെ അള്ളാഹു സൂറത്തുൽ ലുക്മാനിൽ പറയുന്നുണ്ട്. അബ്രഹാലിദലും പറയുന്നത് പോലെ അത് സ്വയാശ്രിതത്വത്തെ എങ്ങനെയാണ് ഒരു കുഞ്ഞിൽ നിങ്ങൾ ഉണ്ടാക്കേണ്ടത് എന്ന് ഒരു മാതാവിന്റെ പിതാവിന്റെ സംസാരത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അവിടെ നമ്മളത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു, കുറച്ച് ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു അല്ലെ. നമ്മൾ മുമ്പ് സൂറത്തുൽ ലുക്മാനെ എവിടെയോ ചർച്ചയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഇതിൽ കുറെ പാഠങ്ങൾ ഇതിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ വളരെ ഗൗരവത്തില് അള്ളാഹുവിന്റെ വചനങ്ങളെ സമീപിക്കുകയും നല്ല തലമുറകൾക്ക് വേണ്ടി നമുക്ക് തന്നെ സമാധാനമുള്ള, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സമാധാനമുള്ള ഒരു ജീവിതാന്തരീക്ഷത്തെ സൃഷ്ടിക്കുവാൻ റുഷ്തുള്ള മക്കളെ നമ്മൾ എന്താക്കണം, ഇതിന്റെ കൂടെ നമ്മൾ അതുകൂടി നമ്മുടെ ചിന്തയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞു വെച്ചത്. അപ്പൊ ഏതായാലും സൂറത്ത് നിസാഇന്റെ തുടക്കം ഇതോടൊപ്പം ഒന്ന് ചേർത്ത് വായിക്കാൻ ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോ മൂസാ നബി ബിമ്മാ ഉല്ലിം തറുഷ്ത, അങ്ങേക്ക് നൽകിയ ഈ ഒരു മഹാജ്ഞാനബോധനത്തെ എനിക്ക് കൂടി ഒന്ന് പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിക്കുകയാണ്. അള്ളാഹു നന്നായി കാര്യങ്ങൾ ഉൾക്കൊള്ളാനും പഠിക്കാനും അത് പ്രയോഗിക്കാനുള്ള അവസരം അള്ളാഹു നമുക്ക് നൽകും. നമ്മളെല്ലാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മളെ മാതാപിതാക്കൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു ഈ ലോകത്തും പരലോകത്തും നമ്മളെ നല്ലവിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. എല്ലാ ഷറിൽ നിന്ന് നമ്മളെയും നമ്മളെ മക്കളെയും നമ്മളെ സമൂഹത്തെയും അള്ളാഹു രക്ഷിക്കട്ടെ. ഇസ്സത്തുള്ള ഒരു സമൂഹമാക്കി അള്ളാഹു കൊണ്ടുവരികയും അള്ളാഹു നമ്മളെ സഹായിക്കുകയും അങ്ങനെ നല്ലൊരു സമൂഹമായി ജീവിക്കുവാനും ചുറ്റുപാടുകൾക്ക് മാതൃകയുള്ള സമൂഹമായി മാറാനും പടച്ചോന് നമുക്കും നമ്മളെ മക്കൾക്കെല്ലാം അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹമാണ്. ആ ഉത്തരവാദിത്തം അത് വിനയപൂർവ്വം നിർവഹിക്കുന്ന, വിശുദ്ധിപൂർവ്വം അതിനെ പരിപാലിക്കുന്ന ഒരു സമൂഹമാക്കി അള്ളാഹു നമ്മളെ മാറ്റട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.